ഹായ് മച്ചാമാരെ, നമ്മളിന്നൊരു പുതിയ വീഡിയോയുമായാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. അപ്പോൾ രാവിലെ കാപ്പിക്ക് ശേഷം പുട്ടുണ്ടാക്കാമെന്ന് വെച്ചു. അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇത്: അരിഞ്ഞു വെച്ചിരിക്കുന്ന, ചെറുതായിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ. പുട്ടിൻ്റെ മാവ് നല്ലപോലെ കുഴച്ച് വെച്ച് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് അതിനകത്തോട്ടിടാൻ പോകണേ. ഇത് നല്ലപോലെ മിക്സ് ചെയ്യണേ. പൈനാപ്പിൾ ഇതുണ്ടോ, നല്ലൊരു മഞ്ഞ കളറൊക്കെ. നല്ല മധുരമുള്ള പൈനാപ്പിൾ എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ടേ. നമ്മൾ 3 കണ്ണൻ ചിരട്ട ഇതുപോലെ കിഴിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടേ വല്ല ചുണ്ടിനൊക്കെ കുത്തുവാണെങ്കിൽ നല്ലപോലെ കിഴിഞ്ഞു വരും, അല്ലെങ്കിൽ ഒരു കണ്ണ് നമുക്ക് കിട്ടും. അപ്പോൾ എളുപ്പം ആവി കയറാനായിട്ട് നമ്മൾ ഇങ്ങനെ 3 ചിരട്ട സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കണ്ടേക്കുക. എന്നിട്ട് നമ്മൾ അതിനകത്ത് പുട്ടിൻ്റെ മാവ് താഴെ പോകാതിരിക്കാനായിട്ട് ശകലം തേങ്ങാപ്പീര ഇടുക. അപ്പോൾ അത് പുട്ടിന് നല്ല ടേസ്റ്റും ആയിരിക്കും ഇത് ഇടുമ്പോൾ. നമ്മൾ ഇങ്ങനെ വാരി നിറച്ചേ. ഇപ്പോൾ രണ്ടാമത്തെ ഇടുക. തേങ്ങ ആവശ്യത്തിന് ചേർത്താൽ മതി. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒത്തിരി ചേർക്കാം കേട്ടോ, അതിൻ്റെ ഇതേ ടേസ്റ്റ് കിട്ടും. നമ്മൾ നല്ല ഭംഗിയായിട്ട് 3 എണ്ണം നമ്മുടെ പാത്രത്തിൻ്റെ തട്ടിനകത്ത് 3 എണ്ണ ചിരട്ട വെക്കാനേ പറ്റത്തുള്ളൂ. വെള്ളമെല്ലാം തിളച്ച് റെഡിയായി കിടക്കുക. അപ്പോൾ ഈ 3 എണ്ണം നമ്മൾ പാത്രത്തിനകത്ത് സെറ്റ് ചെയ്യാൻ പോകണേ. ചിരട്ട പരമാവധി നേരെ ഇരിക്കത്തക്ക രീതിയിൽ നമ്മൾ വെക്കുക കേട്ടോ. അപ്പോൾ ഇനി നമ്മളൊരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കും. അപ്പോൾ അതിൻ്റെ ആവിയൊക്കെ വന്ന് വെന്ത് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണേ. തീ നല്ലപോലെ കൂട്ടിയിട്ട് കൊടുക്കുക, ആവി നല്ലപോലെ കയറിക്കോളും. അപ്പോൾ അടുത്ത ഒരു ട്രിപ്പ് കൂടെ നമ്മൾ കുഴച്ച് വെക്കാറുണ്ട്. അപ്പോൾ ശകലം മാവ് കൂടി ഇരിക്കുന്നപ്പോൾ ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴച്ച് റെഡിയാക്കി എടുക്കാവേ. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് സൂപ്പറാക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത പാത്രത്തിൽ ഇടയില്ലാത്തതുകൊണ്ട് നമുക്ക് രണ്ടാമത് സെറ്റ് ചെയ്യും. അപ്പം നമ്മൾ പുട്ട് വെന്താലെടുക്കാനായിട്ട് നല്ലൊരു പാത്രമൊക്കെ ഒന്ന് കഴുകി സെറ്റ് ചെയ്ത് വെക്കാം. നമ്മൾ പൂച്ച എങ്ങനെ മണമൊക്കെ അടിച്ച് കറങ്ങി നടക്കുന്നുണ്ട് കേട്ടോ. പൂച്ചയ്ക്ക് മണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് രാവിലെ കാപ്പി ഉണ്ടാക്കാനൊരു എളുപ്പ മാർഗം. അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ പഴം വേണ്ട, പപ്പടം വേണ്ട, പയറ് വേണ്ട, പഞ്ചസാര വേണ്ട. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം. ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. ദഹനപ്രക്രിയ നല്ലപോലെ നടക്കും. അപ്പം അതുകൊണ്ട്
എല്ലാവരും വീടുകളിൽ രാവിലെ ഈ പൈനാപ്പിളൊക്കെ നല്ലത് കിട്ടും മേടിച്ചിട്ട് ഇങ്ങനെ ഒരു പുട്ടൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കണം. അത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഏറ്റവും സൂപ്പറാണ്. അപ്പം നമ്മുടെ പാകം ചെയ്യാനൊരു ശകലം ഒരു 10-15 മിനിറ്റോളം നമുക്ക് സമയം എടുക്കേണ്ടതായിട്ട് വരുമായിരിക്കും. ചിരട്ടയുടെ ചെറിയ ഹോളിനകത്തൂടെ ആവി കയറി അത് നല്ലപോലെ വെന്തെങ്കിൽ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. വെന്തെങ്കിലും അതിൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആവി കയറ്റാനായിട്ട് ശ്രമിക്കണം. നമുക്കിനി അതിൻ്റെ അടുപ്പിൻ്റെ അടുത്തേക്ക് പോവാം. ഗ്യാസിൽ നല്ല അടിപൊളിയായിട്ട് ആവിയൊക്കെ കയറിക്കൊണ്ടിരിക്കണം. ആവിയൊക്കെ പോകുന്നുണ്ട്. ആവി ഈ ഇഡ്ഡലി പാത്രത്തിൻ്റെ വെളിയിലേക്ക് തള്ളുന്നുണ്ട്. അപ്പം അത് നമ്മൾ അതിൻ്റെ ആ പൈനാപ്പിൾ കൂട്ടിയുള്ള സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് കൊടുക്കാം സമയം. എന്നിട്ട് നമ്മൾ അവനെ ഒന്ന് തുറന്ന് പുറത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ച ഒന്ന് നമുക്ക് കാണാം. നമ്മൾ ക്യാമറ ഫോണിലാണ് വീഡിയോ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പുതിയ തുടക്കക്കാരനൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാം ഒന്ന് ക്ഷമിക്കണം. മാക്സിമം ഇതൊന്ന് കാണുക. എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഇത് യൂട്യൂബിൽ നിന്ന് വരുമാനമൊന്നും ഉണ്ടാക്കാനൊന്നുമല്ല, ഒരു നേരം പോക്കും ചെയ്യുന്നൊരു പരിപാടി എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒരു കാഴ്ചക്കാരുണ്ടെങ്കിലല്ലേ നമുക്കിതൊക്കെ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇത് തുറക്കാനായി ചൂട് നല്ല ചൂടാണ്. ഇത് തുറന്ന് നമ്മളത് തുറന്ന് നോക്കാൻ പോകാം അച്ഛന്മാരെ. നല്ല പരിവായിട്ട് വെന്ത് നല്ല അടിപൊളിയായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇവനെ എടുത്തൊരു പാത്രത്തിലേക്കൊന്ന് തട്ടണം. അപ്പം ഞാൻ പാത്രം എടുത്തിട്ട് വരാം. അങ്ങനെ നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് പാത്രം ഇരിക്കുന്നിടത്തോട്ട് കൊണ്ടുപോകാം. ഇതുണ്ടോ അച്ഛന്മാരെ, നല്ലപോലെ വെന്തെന്ന് വിശ്വസിക്കുന്നുണ്ട്. തട്ടിയിടാൻ പോകണേ. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാവരും അങ്ങോട്ട് പരീക്ഷിച്ച് നോക്കുക. നല്ല കിടുക്ക സാധനമാണ്. പിള്ളേർക്കെല്ലാം കൊടുക്കാൻ പറ്റിയ അടിപൊളി ചെറിയൊരു പുളിരസവും ഇതൊക്കെ കൂടെ കൂടി നല്ല സൂപ്പർ സംഭവം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. അപ്പം വീഡിയോ നിർത്തുകയാണ്.